3 ഡിവൈൻ മിറാക്കൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ഡേയ്സ് മെസ്സേജസ് ഫോർ യു. ഇവിടെ ഫസ്റ്റ് കാർഡ് എക്സിസ്റ്റൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് ഉയരാൻ സാധിക്കും. ഒരു എക്സിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ഇതുവരെ പല കാര്യങ്ങളും വളരെയധികം അലസതയോടുകൂടിയായിരിക്കാം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ജോബുകൾ പോലും മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് നിങ്ങളുടെ ശീലമായിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ നിങ്ങൾ തന്നെ ചെയ്യുക. നിങ്ങളെപ്പോലെ അത് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. അവർ ചെയ്യുന്നതിനേക്കാൾ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങളൊരു ക്രിയേറ്ററാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയൊരു കാര്യം വേക്കൻ്റായി കിടക്കുന്നുണ്ട്. അതിലേക്ക് ആരെയും നിങ്ങൾ റീപ്ലേസ് ചെയ്യാതിരിക്കുക. യൂണിവേഴ്സ് പറയുന്നു, നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അത് ഫില്ല് ചെയ്യാൻ കഴിയില്ല. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ക്ലാരിറ്റി കിട്ടും. ആ ഒരു ക്ലാരിറ്റി ബുദ്ധഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റിയാണ് നിങ്ങൾക്കിന്ന് അവൈലബിൾ ആകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലും എല്ലാ തലത്തിലും നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നതാണ്. ഒരു അവബോധമാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ തേടിയെത്തുന്നത്. അത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിലാവാം, ജോബിൻ്റെ കാര്യത്തിലാവാം, ഏതൊരു മേഖലകളിലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയോടുകൂടി തുടങ്ങാനും മുന്നോട്ട് പോകാനും സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു പാത്ത് ക്ലിയർ ആകുന്നു എന്നുള്ളൊരു സന്ദേശവുമാണ് ഡിവൈനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ബുദ്ധഭഗവാൻ നിങ്ങൾക്ക് അതിനുള്ള ബ്ലെസ്സിങ്സ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കുക. അതുകൊണ്ട് ഹൃദയം പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. ക്ലാരിറ്റിയുള്ള ഡിസിഷൻസ് ഇന്ന് നിങ്ങൾക്കെടുക്കാൻ സാധിക്കും. ക്ലാരിറ്റിയുള്ള ഡിസിഷൻസ് എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ആ ഒരു തീരുമാനങ്ങൾ നിങ്ങളുടെ നല്ലതിനാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയും അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, രണ്ടും നിങ്ങൾക്ക് നല്ലതിനാണെന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് നല്ലതാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്യുക, മുന്നോട്ട് പോവുക. ആ ഡിസിഷൻ അവർ എടുക്കുന്നത് വഴി നിങ്ങളുടെ പാത്താണ് ക്ലിയർ ആകുന്നത്. നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, ഒരു കമ്പ്യൂട്ടറിനെ പോലെ നിങ്ങൾ പണിയെടുക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെയധികം ടയേർഡായിരിക്കാം നിങ്ങൾ. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കമില്ലാത്ത വർക്കുകൾ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം, നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചേക്കാം, നിങ്ങളുടെ ഫാമിലി ലൈഫിനെയും റിലേഷൻഷിപ്പിനെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് വർക്ക് ഹോളിക് ആകാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ടൈം കണ്ടെത്തുകയും സ്പെൻഡ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ പുറത്തേക്ക് പോയി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഭംഗി ആസ്വദിക്കുക. പൂക്കളുടെയും കിളികളുടെയും ഭംഗി ആസ്വദിക്കുക. ചില വ്യക്തികളുടെ കാര്യത്തിൽ ഒരു ബ്രേക്ക് എടുക്കൂ എന്ന് ഡിവൈൻ പറയുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ഇത് നിങ്ങൾക്ക് ബാധകമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് വ്യക്തമാകുന്നതായിരിക്കാം. ഒരു അവെയർനെസ് ആ പേഴ്സണെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓവർ തിങ്കിങ് കൊണ്ട് നിങ്ങൾക്ക് തോന്നിയതാണെന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്നതും ആയിരിക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീഡം നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. നന്നായി ചിന്തിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ ചിന്തയ്ക്കനുസരിച്ച് നിങ്ങളുടെ പ്ലാനുകൾ മാറ്റാതിരിക്കുക. മറ്റുള്ളവരെ ഭയപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തെ മാറ്റിവെക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത ഉള്ളവരായിരിക്കുക. കാരണം മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നിങ്ങളുടെ സന്തോഷത്തെ കെടുത്താതിരിക്കുക. ചില പേരുടെ കാര്യത്തിൽ
അവർ നിൽക്കുന്ന ജോബ് വേണ്ട എന്ന് വെച്ചിട്ട് പുതിയൊരു ജോബിലേക്ക് കയറാൻ സാധിക്കുന്നതാണ്. അതിനുള്ള എന്തെങ്കിലും പേപ്പർ വർക്കുകൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നീക്കാൻ സാധിക്കും. ശുഭദിനം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക.